അത് കോഴിക്കോട് നിന്നാണ് ആ വാർത്ത വരുന്നത്. അവിടെ ഒരു തുണിക്കടയിൽ കോഴിക്കോട് ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിൽ തീപിടുത്തം എന്ന വാർത്തയാണ് വരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കോഴിക്കോട്ടെ ജയലക്ഷ്മി സിൽക്സിലാണ് ഈ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി അഗ്നിശമന സേന അവിടെ കഠിന പരിശ്രമം തന്നെ നടത്തുകയാണ്. കോഴിക്കോട്ടെ ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഈ തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് അഗ്നിരക്ഷാസേന പാഞ്ഞെത്തി അവിടെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുകയാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനീഷ് ദേവസ്യ ചേരുന്നു. അനീഷ് ദേവസ്യ, ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? ഏകദേശം ഒരു 6 മണിയോട് കൂടിയാണ് കോഴിക്കോട് ജയലക്ഷ്മി വലിയ തീപിടുത്തമുണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഈ ടെക്സ്റ്റൈൽസിൻ്റെ 2ാം നിലയിലും 3ാം നിലയിലുമാണ് ഇപ്പോൾ തീ പടർന്നിരിക്കുന്നത്. തീ കെടുത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൽ നിന്നും ആ ഭാഗത്തു നിന്നും ഒരു യൂണിറ്റിൻ്റെ ഫയർഫോഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ അത് കണിഞ്ഞ ഇവിടെ തീ കെടുത്താനുള്ള ശ്രമത്തിലാണ്. ഉടൻ തന്നെ ഒരു യൂണിറ്റ് ഫയർഫോഴ്സും കൂടെ സംഭവ സ്ഥലത്തേക്ക് എത്തും. ഏതായാലും ഈ തീപിടുത്തത്തെ തുടർന്ന് ഇവിടെ വലിയ ജനക്കൂട്ടമാണിപ്പോൾ തിങ്ങിക്കൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയ പുകയും 1 കിലോമീറ്ററോളം മാറി തന്നെ ഈ ടെക്സ്റ്റൈൽസ് കത്തിയതിൻ്റെ ഒരു പുക നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഒരു യൂണിറ്റും കൂടെ ഇവിടെ എത്തിയിരിക്കുകയാണ്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ ഈ തീ കെടുത്താനുള്ള ഒരു ശ്രമത്തിലാണ്. കോഴിക്കോട്ടെ ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിനാണ് തീപിടിച്ചിരിക്കുന്നത്. വൈകിട്ട് 6 മണിയോടെയാണ് ഈ തീപിടുത്തമുണ്ടായത്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള തീവ്ര ശ്രമമാണ്, തീ കെടുത്തുന്നതിനുള്ള തീവ്ര ശ്രമമാണ് അവിടെ അഗ്നിരക്ഷാസേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുണിക്കടയാണ്, അതുകൊണ്ട് തന്നെ ഈ തീപിടുത്തത്തിൻ്റെ വ്യാപ്തി ഒരുപക്ഷെ വളരെ വലുതാകുന്നതിനുള്ള സാധ്യതയാണുള്ളത്. തീ നിയന്ത്രണ വിധേയമാക്കാൻ അഗ്നിരക്ഷാസേനാംഗങ്ങൾ ഇണഞ്ഞു പരിശ്രമിക്കുകയാണ്. കൂടുതൽ യൂണിറ്റുകൾ ഈ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നാട്ടുകാർക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയില്ല, കാരണം കുറച്ച് ദൂരേക്കാണ് അവിടെ നിന്ന്. കാരണം തുണിക്കട ആയതുകൊണ്ട് തന്നെ കുറച്ച് അകലം പാലിച്ച് നിന്ന് മാത്രമേ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ. ആ ശ്രമത്തിലാണ് അഗ്നിരക്ഷാസേന. തീ നിയന്ത്രണ വിധേയമാക്കാൻ, തീ പൂർണ്ണമായും കെടുത്തുന്നതിനുള്ള ശ്രമം അഗ്നിരക്ഷാസേന തുടരുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അനീഷ് ദേവസ്യ തുടരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 2 നിലകളിലായി തീപിടുത്തം ഉണ്ടായി എന്നാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അനീഷ് ദേവസ്യ റിപ്പോർട്ട് ചെയ്യുന്നത്. കോഴിക്കോട്ടെ ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അനീഷ് ദേവസ്യ തുടരുന്നുണ്ട്. അനീഷ് ദേവസ്യ, തുടരാം. അതിലിപ്പോൾ കോഴിക്കോട് ബീച്ച് വിഭാഗത്തിൽ നിന്നും 1 യൂണിറ്റ് ഫയർഫോഴ്സും കൂടെ അവിടെ തീ നിയന്ത്രണ വിധേയമാക്കാൻ എത്തിയിരിക്കുകയാണ്. നിലവിൽ 2 യൂണിറ്റ് ഇവിടെ ഫയർഫോഴ്സ് ഈ തീ അണയ്ക്കാനുള്ള കഠിന ശ്രമത്തിലാണ്. 2 യൂണിറ്റ് പോരാ, 1 യൂണിറ്റും കൂടെ വേണ്ടി വരുമെന്ന് ഇവിടുത്തെ ഒരു നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് 1 യൂണിറ്റും കൂടെ എത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം, തീ കണ്ടമാനമായ രീതിയിൽ തീ ആളിപ്പടർന്നിട്ടുണ്ട്. 2ാമത്തെ നിലയിലും 3ാമത്തെ നിലയിലുമാണ് ഇവിടെ തീ പടർന്നിരിക്കുന്നത്. പ്രധാനമായും ടെക്സ്റ്റൈൽസ് ആയതുകൊണ്ട് ധാരാളം തുണിത്തരങ്ങൾ ഉള്ളതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അഗ്നിബാധയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഈ ടെക്സ്റ്റൈൽസിന് സമീപത്തുള്ള മറ്റൊരു ഷോപ്പുകാരനാണ് ചേരുന്നത്. ചേട്ടാ, ഇപ്പം നിലയിൽ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? ഇപ്പോൾ ഉണ്ടായത് ഒരു അരമണിക്കൂറായി, ഏകദേശം ഇപ്പോൾ ഒരു അരമണിക്കൂറായി. ഫസ്റ്റ് ഒരു 2 ലേഡീസ് സ്റ്റാഫിനെ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോയിരുന്നു. രണ്ടു പേർക്ക് പൊള്ളലേറ്റ പരിക്കുണ്ടോ? ഇല്ല, പരിക്കൊന്നുമില്ല, ഒരു എടുത്തു കൊണ്ടുപോയതാണ്. ശ്വാസകോശത്തിന് പ്രശ്നം ഉണ്ടാവും, ശ്വാസതടസ്സത്തിന് പ്രശ്നത്തിന് കൊണ്ടുപോയതാണ്. പോലീസ് വണ്ടി ഇട്ട് കൊണ്ടുപോയത്. എങ്ങനെയാണ് നിങ്ങളിത്? ഞങ്ങൾ വരുമ്പോൾ പപ്പാര കത്തല, ഈ ഭാഗം മൊത്തം കത്തിയിട്ടുണ്ട്, നല്ല കത്തിയിട്ടുണ്ട്. ബാക്കിലെ ഷോപ്പിലാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പോകാണ്ടപ്പോൾ ഓടിയാണ്. അപ്പോൾ ഫസ്റ്റ് ഫയർഫോഴ്സ് ഇവിടെ എത്തി. അവർ അടച്ചതിന് ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. ഇവിടെ എത്രയോളം സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്നുണ്ട്? ഇവിടെ ഏകദേശം ഒരു 200 സ്റ്റാഫുണ്ട്. ഇവിടെ ഈ സമയത്ത് ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നില്ല? ഇല്ല, കസ്റ്റമേഴ്സ് കുറവാണ്, കുറവാണ്. ഓൾറെഡി ലാഡർ ഉണ്ടെങ്കിൽ നല്ല ഹൈറ്റ് ഉള്ളതല്ലേ, താഴത്തെ നേരത്തിന് അത്ര ഫോഴ്സ് ഉണ്ടാവില്ല. മുകളിലുണ്ടെങ്കിൽ നല്ല ഹൈറ്റിലുണ്ടെങ്കിൽ പെട്ടെന്ന് തീ എടുക്കാൻ പറ്റുള്ളൂ.
എത്തില്ലാന്ന് പറഞ്ഞു. അതാണ് അവർ ഗോഡോണേ ഹൈറ്റ് വേണം. ഹൈറ്റ് ഉണ്ടെങ്കിലേ കൂടുതലായിട്ട് എളുപ്പത്തിലെത്തുള്ളൂ. താഴത്തിന് മുകളിൽ ഫോഴ്സ് കുറയും. മുകളിൽ ഹൈറ്റുള്ള ലാഡർ ഉണ്ടെങ്കിൽ ഫയർഫോഴ്സ് ആ ലാഡർ ഉണ്ടെങ്കിൽ ഏറ്റവും സൗകര്യപ്രദമായിരിക്കും. കൂടുതൽ പടർന്നു പിടിക്കുകയാണ്. ദിലീപ് ഏതായാലും നല്ല ഉയരത്തിലുള്ള ഒരു കെട്ടിടമായതുകൊണ്ട് ഫോഴ്സിലുള്ള ഒരു പവർ ഇപ്പോൾ കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് കൂടി ചേരുന്നുണ്ട്. നിഖിൽ പ്രമേഷ്, എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള വിവരങ്ങൾ? ദിലീപ്, നമുക്കറിയാം പുഷ്പ ജംഗ്ഷനിലുള്ള ജയലക്ഷ്മി സിൽക്സിന്റെ ഔട്ട്ലെറ്റിലാണ് തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് 6:15 കൂടിയായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായത്. വളരെ വേഗത്തിൽ തന്നെ ഫയർ യൂണിറ്റുകൾ ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്ന് ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും, അത് വലിയ രീതിയിൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ കാണാൻ കഴിയുന്നത്. ഇതിന്റെ പുറകു വശത്ത് നിൽക്കുന്ന ആളുകളായിരുന്നു. അതായത് ഈ ജയലക്ഷ്മി സിൽക്സിനോട് ചേർന്ന വലതുവശത്തൂടെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. ആ റോഡിൽ നിൽക്കുന്ന ആളുകളാണ് ആദ്യം തീ പടർന്നു പിടിക്കുന്നതായി കണ്ടത്. അവിടുത്തെ ജീവനക്കാർ അതിനോടൊപ്പം തന്നെ പുറത്തുള്ള ആളുകൾക്കൊക്കെ നിർദ്ദേശം നൽകിയിരുന്നു. ഫയർ യൂണിറ്റിനെയും വളരെ വേഗത്തിൽ വിവരം അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ആദ്യം ഒരു ഫയർ യൂണിറ്റ് അവിടെ എത്തുകയും ഇപ്പോൾ മീൻചന്തയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമടക്കം സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ തീ വളരെ വേഗത്തിൽ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഈ ഫയർഫോഴ്സ് സംഘം വളരെ ഊർജിതമായി നടത്തുന്നുണ്ടെങ്കിലും കൂടുതൽ മേഖലകളിലേക്ക് തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇത് എത്രയും വേഗത്തിൽ, നമുക്കറിയാം ടെക്സ്റ്റൈൽ ഷോപ്പാണ്, സ്വാഭാവികമായിട്ടും ഒരുപാടധികം വസ്ത്രങ്ങൾ അതിനുള്ളിൽ ഉണ്ടാകും. അതുകൊണ്ട് ഇത് പടർന്നു പിടിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടുതൽ ഫയർ യൂണിറ്റുകൾ എത്രയും വേഗത്തിൽ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരണമെന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ ജില്ലാ ഫയർഫോഴ്സ് ഓഫീസർ ഇതിനോടകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ഫയർ യൂണിറ്റുകൾ ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്ന് വളരെ വേഗത്തിൽ ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് പുഷ്പ ജംഗ്ഷനിലുള്ള വളരെ തിരക്കുള്ളൊരു പാതയാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഈ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഒരു അപകട സാധ്യത കൂടി നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ അവിടേക്ക് കൂടുതൽ യൂണിറ്റുകൾ, ജില്ലയിൽ നിന്നുള്ള മുഴുവൻ യൂണിറ്റുകളും ആ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു. ഇപ്പോൾ 3ഓളം യൂണിറ്റുകൾ ഇതിനോടകം തന്നെ അവിടെ എത്തിച്ചേർന്ന് രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സംഭവം നടന്ന ഉടനെ തന്നെ അവിടുത്തെ ഈ ജലക്ഷ്മി സിൽസിലെ ആളുകൾ തന്നെ നിർദ്ദേശം നൽകുകയും വളരെ വേഗത്തിൽ ഫയർ യൂണിറ്റ് സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തു. പക്ഷേ അവർക്ക് ഒരു യൂണിറ്റ് കൊണ്ട് മാത്രം അണയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു തീ ആയിരുന്നു അവിടെ പടർന്നു പിടിച്ചിരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് കൂടുതൽ യൂണിറ്റുകൾ സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതും തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് വളരെ തകൃതിയായി നടക്കുന്നതും. നമുക്കറിയാം ദിലീപ്, ഇന്നിപ്പോൾ വൈകുന്നേരം സാമാന്യം നല്ല തിരക്കുള്ളൊരു സമയമായിരുന്നു അവിടെ എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അവരെയൊക്കെ വളരെ വേഗത്തിൽ പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, സ്റ്റാഫിനെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ആശങ്ക, ആരെങ്കിലും അകപ്പെട്ട് കിടക്കുന്നു എന്നുള്ള ആശങ്കയൊന്നും ഇല്ല എന്നുള്ളതാണ് അറിയിക്കുന്നത്. എന്നിരിക്കെ പോലും ഇത് എത്രയധികം വസ്ത്രങ്ങൾ അതിനുള്ളിലുള്ളപ്പോൾ അത് തീ പടർന്നു പിടിക്കുമെന്നുള്ള ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.